ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 16 ദേവാസുര ഭാവങ്ങൾ. ഇന്നത്തെ ശ്ലോകങ്ങൾ 21-23. ശ്ലോകം യഹ യഹ ശാസ്ത്രവിധിം ശാസ്ത്രവിധിം ഉത്സൃജ്യ വിസൃജ്യ വർത്തത്തെ വർത്തതേ കാമകാരകം കാമകാരതഃ സ സ സിദ്ധിം സിദ്ധിം അവാപ്നോതി അവാപ്നോതി ന ന സുഖം സുഖം ന ന പരാം ഗതിം. പരാം ഗതിം. യഃ ശാസ്ത്രവിധിമുത്സൃജ്യ ശാസ്ത്രവിധിമുത്സൃജ്യ തദേ കാമകാരത വർത്തതേ കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. പരാം ഗതിം. യഃ ശാസ്ത്രവിധിമുത്സൃജ്യ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരത വർത്തതേ കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. സുഖം ന പരാം ഗതിം. യഃ ശാസ്ത്രവിധിമുത്സൃജ്യ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരത വർത്തതേ കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. സുഖം ന പരാം ഗതിം. ശ്രീനിവാജി. ഹരേ കൃഷ്ണ. പ്രധാനപ്പെട്ട അർത്ഥം യാതൊരാൾ ശാസ്ത്രവിധിയെ ഉത്സൃജ്യ ഉപേക്ഷിച്ച് കാമകാരതഃ യഥേഷ്ടം കാമവാസനയുടെ പ്രേരണയ്ക്കനുസരിച്ച് വർത്തിക്കുന്നു സ അവൻ സിദ്ധിയെ ന അവാപ്നോതി പ്രാപിക്കുന്നില്ല, സുഖം പ്രാപിക്കുന്നില്ല, പരാം ഗതിം ന പരമമായ ഗതിയെ പ്രാപിക്കുന്നില്ല. ഉത്തരം: ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലും നേടാനാവില്ല. ഭാവാർത്ഥം: ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി. മുമ്പ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ജാതികൾക്കും വ്യത്യസ്ത ആശ്രമങ്ങൾക്കും അതാതിന് യോജിച്ച ശാസ്ത്രവിധികളുണ്ട്. ഈ നിയമങ്ങളും ക്രമീകരണങ്ങളും എല്ലാവരും അനുസരിക്കേണ്ടവയാണ്. അവ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം കാമക്രോധലോഭങ്ങളാൽ പ്രേരിതനായി പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും പരിപൂർണത നേടുകയില്ല. മറ്റു വിധത്തിൽ പറയുകയാണെങ്കിൽ, ഈ സിദ്ധാന്തങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവയെ സ്വജീവിതത്തിൽ പ്രായോഗികമാക്കാത്തവനെ നരാധമനെന്ന് തന്നെ കരുതാം. മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് ബുദ്ധി ഉപയോഗിച്ച് തന്റെ ജീവിതത്തെ സമുത്കൃഷ്ടമാക്കാനുതകുന്ന നിബന്ധനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്യാത്തവൻ സ്വയം തരം താഴുന്നു. ഈ നിയമനിബന്ധനകളെയും ധർമാനുഷ്ഠാനങ്ങളെയും എല്ലാം അനുസരിക്കുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ ഭഗവാനെ കുറിച്ച് ബോധമാർജിക്കാത്ത പക്ഷം അയാളുടെ അറിവെല്ലാം പാഴിലാവുകയും ചെയ്യും. ദൈവവിശ്വാസിയാണെങ്കിൽ ഭഗവത് സേവനത്തിലേർപ്പെടാത്ത പക്ഷം അയാളുടെ പരിശ്രമങ്ങളെല്ലാം പിതാവിലാകും. അതുകൊണ്ട് കൃഷ്ണാബോധത്തിന്റെയും ഭക്തിയുടെ സേവനത്തിന്റെയും മേഖലയിലേക്ക് ക്രമേണ ഉയരുക തന്നെ വേണം. എങ്കിലേ പരിപൂർണത കൈവരിക്കാനാവൂ. മറ്റൊരു വിധത്തിലും അത് സാധ്യമല്ല. കാമകാരത എന്ന പദം അർത്ഥഗർഭമാണ്. അറിഞ്ഞുകൊണ്ട് നിയമങ്ങളെ ലംഘിക്കുന്നവൻ കാമപ്രേരണത്തെ നിഷിദ്ധമായത് ചെയ്യുകയാണെന്നറിഞ്ഞിട്ടും അയാൾ പിന്മാറുന്നില്ല. ചെയ്യേണ്ടത് എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല. ഇതിനെ തന്നിഷ്ടം എന്ന് പറയുന്നു. ഇത്തരം തന്നിഷ്ടക്കാർ ഭഗവാന്റെ ശാപമേൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മനുഷ്യജീവിതത്തിന് വിധിക്കപ്പെട്ട പരിപൂർണത അവർക്ക് ലഭ്യമല്ല.
ജീവിത പവിത്രീകരണമാണ് മനുഷ്യജീവിതത്തിന്റെ സവിശേഷോദ്ദേശം. നിയമനിബന്ധനകളെ ലംഘിക്കുന്ന ഒരാൾക്ക് സ്വയം ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ സുഖം എന്നത് അയാൾക്ക് അപ്രാപ്യവുമാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 24. തസ്മാത് തസ്മാത് ശാസ്ത്രം ശാസ്ത്രം പ്രമാണം പ്രമാണം തേ കാര്യ കാര്യ അകാര്യ വ്യവസ്ഥിതൗ കാര്യവ്യവസ്ഥിതൗ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം ശാസ്ത്രവിധാനോക്തം കർമ്മ കർമ്മ കർത്തുമിഹാർഹസി. കർത്തുമിഹാർഹസി. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ തേ കാര്യവ്യവസ്ഥിതൗ കാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹ അർഹസി. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹ അർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിവൻ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. തസ്മാശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. തസ്മാത് അതുകൊണ്ട് കാര്യവ്യവസ്ഥിതോ കാര്യമേത് അകാര്യമേത് എന്ന ഗണനയിൽ തേ നിനക്ക് ശാസ്ത്രം പ്രമാണമാകുന്നു. ശാസ്ത്രവിധോനോക്തം ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന വിധിയെ ജ്ഞാത്വ അറിഞ്ഞിട്ട് ഇഹ ഇവിടെ കർമ്മം കർത്തും ചെയ്യുവാൻ അർഹസി നീ അറിയിക്കുന്നു. വിവർത്തനം. എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമനിബന്ധനകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദിക്ക്. 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ വൈദിക വിധികളെല്ലാം കൃഷ്ണനെ അറിയാനുള്ള വഴികളാണ്. ഭഗവത്ഗീതയിലൂടെ കൃഷ്ണനെ അറിയുകയും കൃഷ്ണബോധം ഉൾക്കൊള്ളുകയും ചെയ്ത് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നവൻ വേദസംഹിതകൾക്ക് നൽകാവുന്നത്ര അത്യുത്കൃഷ്ട ജ്ഞാനമത്രയും നേടിക്കഴിഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ പ്രക്രിയ അത്യന്തം ലളിതമാക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുവാനും ഭഗവത് സേവനത്തിൽ ഭക്തിപൂർവ്വം ഏർപ്പെടാനും ഭഗവത് പ്രസാദം ഭക്ഷിക്കാനുമാണ് അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. ഈ ഭക്തി സാധനകളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ വൈദിക സാഹിത്യങ്ങൾ വേണ്ടും വണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. അയാൾ ശരിയായ നിഗമനത്തിലെത്തിയിരിക്കുന്നു. എന്നാൽ കൃഷ്ണബോധം ഉദിക്കാതെയും ഭക്തി സാധനയിൽ ഏർപ്പെടാതെയുമുള്ളവന് കൃത്യാകൃത്യങ്ങളറിയാൻ വേദഗ്രന്ഥങ്ങൾ പഠിക്കണം. തർക്കം കൂടാതെ അനുസരിക്കുകയും വേണം. ഇതിനെ ശാസ്ത്രാനുവർത്തനമെന്നു പറയുന്നു. ബദ്ധനായ ആത്മാവിൽ കാണാവുന്ന 4 പ്രധാന ദോഷങ്ങൾ ശാസ്ത്രത്തിനില്ല.
അപക്വങ്ങളായ ഇന്ദ്രിയങ്ങൾ, വഞ്ചനാപ്രവണത, തെറ്റ് വരുത്താനുള്ള പ്രവണത, വ്യാമോഹ, ശീലം ഇവയാണ് ആ ദോഷങ്ങൾ. ബദ്ധാവസ്ഥയിലുള്ള ഈ 4 ദോഷങ്ങൾ മനുഷ്യനെ നിയമബന്ധനങ്ങളുണ്ടാക്കുന്നതിന് അർഹനാക്കുന്നു. ശാസ്ത്രോക്തങ്ങളായ നിയമനിബന്ധനകൾക്ക് ഈ ദോഷങ്ങൾ ബാധകമല്ലാത്തതുകൊണ്ട് എല്ലാ ആചാര്യന്മാരും മറ്റു മഹാത്മാക്കളും അവയെ നിഷ്കർഷതയോടെ പാലിച്ചു പോരുന്നു. ഭാരതത്തിൽ ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ പലവിധമുണ്ട്. മുഖ്യമായി 2 വിധം: വ്യക്തിശൂന്യവാദികൾ, വ്യക്തിഗതവാദികൾ എന്നിങ്ങനെ 2 കൂട്ടരും വേദപ്രമാണങ്ങൾക്കനുസൃതമായി തന്നെ ജീവിതം നയിക്കുന്നു. വേദസിദ്ധാന്തങ്ങളെ മാനിക്കാത്തവർക്ക് പരിപൂർണതയിലെത്താൻ സാധ്യമല്ല. ശാസ്ത്രങ്ങളുടെ പൊരുളറിഞ്ഞ മനുഷ്യനെ ഭാഗ്യശാലിയെന്ന് കരുതാം. ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം തരുന്ന പ്രമാണങ്ങളോടുള്ള വെറുപ്പാണ് മനുഷ്യ സമൂഹത്തിൽ എല്ലാത്തരം വീഴ്ചകൾക്കും കാരണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭൗതിക ശക്തിയായ ക്ലേശത്രയത്താൽ നമ്മെ സദാ ദുഃഖിപ്പിച്ചു പോരുന്നതും. ഈ ഭൗതിക ശക്തിക്ക് 3 ഭൗതികങ്ങളായ ഗുണങ്ങളുമുണ്ട്. ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ ഒരാൾ സത്വഗുണത്തോളമെങ്കിലും ഉയരണം. അത്രയും സാധിക്കാത്തവർക്ക് രജസ്തമോ ഗുണങ്ങളിൽ അകപ്പെട്ട് അസുര ജീവിതം നയിക്കാനേ നിവൃത്തിയുള്ളൂ. ഈ രജസ്തമോ ഗുണസ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളെയും പുണ്യാത്മാക്കളെയും ഭഗവാനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്തെയും നിന്ദിക്കുന്നവരാണ്. ആധ്യാത്മികാചാര്യൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്തവരും ശാസ്ത്രോക്ത നിയമങ്ങളെ അനുസരിക്കുന്നവരുമാണ് ഭക്തിപൂർവമുള്ള സേവനത്തിന്റെ മഹത്വത്തെപ്പറ്റി എത്ര തന്നെ കേട്ടിരുന്നാലും അവർ ഹരീഷ് ബോജി ഹലോ തെറ്റിയോ? നിയമങ്ങളെ അവഗണിക്കുന്നവരുമാണ്, നിന്ദിക്കുവരുമാണ്. ആധ്യാത്മികാചാര്യന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്തവരും ശാസ്ത്രോക്ത നിയമങ്ങളെ അവഗണിക്കുന്നവരുമാണ് ഭക്തിപൂർവമുള്ള സേവനത്തിന്റെ മഹത്വത്തെപ്പറ്റി എത്ര തന്നെ കേട്ടിരുന്നാലും അവർ അതിലേക്ക് ആകൃഷ്ടരാവില്ല. സ്വന്തം ഉത്കർഷത്തിന് സ്വന്തം വഴി അവർ ചെത്തി ഉണ്ടാക്കുന്നു. ഇതെല്ലാമാണ് അസുര ജീവിതത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ചില ദോഷങ്ങൾ. എങ്കിലും ശരിക്കും ഉചിതനും ഒരു വിശ്വാസ്യനുമായ ആധ്യാത്മിക ഗുരുവിനെ വഴികാട്ടിയായി ലഭിക്കുന്ന ആൾക്ക് സമുത്കൃഷ്ട പദത്തിലേക്ക് ഉയരാൻ കഴിയും. അതോടെ ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യാം. ദേവാസുര ഭാവങ്ങൾ എന്ന ശ്രീമദ് ഭഗവദ്ഗീതയുടെ 16-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീചൈതന്യമന്വേഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാധനരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണഗോപം സാഗരലളിതാ ശ്രീവിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീവാസുദേവായ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗാ ഭക്തിദ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുഗാ വിരുദ്ധാപസിദ്ധാന്തഹാരി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തി വിപ്രലംബര സംബോധി. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ വരായ ഗൗരാവേദോഭിമേസ്ത്വം നികൃഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട രഘുനാഥ
ദേശായ ദോഷായ ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിജ്ഞാനാശീഷ്ടപൂരൻ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരകൃഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിക. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോപം കോർമമ മന്ദമതീർഗതി മത്സർവസ്വ പദാംബോജോ രാധാമദനമോഹനോ. ദിവ്യാദ് വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭീവം ശ്രീവടത്തടസ്ഥിതഃ ഹർഷം വേണു സ്വനിർഗോപി പ്രതിനാഥ ശ്രീസ്തുനോ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി നമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. യഃ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരം ഗതിം. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. ഹരേ കൃഷ്ണ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ എനിക്ക് പറയാൻ സാധിച്ചാൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും ശീല പ്രഭുപാദന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും ആധാരഗ്രന്ഥങ്ങളിൽ എന്റെ നന്ദവത്തിനാമം കൃഷ്ണ. 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 ശ്ലോകത്തില് എത്തി നിൽക്കുകയാണ്. നമ്മൾ ദേവാസുര ഭാവങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദേവന്മാരുടെ ഗുണങ്ങളും അവരുടെ സ്വഭാവവിശേഷങ്ങളും അസുരന്മാരുടെ ഗുണങ്ങളും അവരുടെ സ്വഭാവവിശേഷണം ഇതെല്ലാം മനുഷ്യരില് കാണുന്നുണ്ട്. രണ്ടും കാണുന്നുണ്ട് അല്ലെ? ദേവ ഗുണങ്ങളും കാണുന്നുണ്ട്, അസുര ഗുണങ്ങളും കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കാമം, ക്രോധം, ലോഭം ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതെല്ലാം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇത് നമ്മൾ ഉപേക്ഷിക്കണം. ഓരോ ജീവാത്മാക്കളും ഈ കാമം, ക്രോധം, ലോഭം ഇതാണ് നരകത്തിന്റെ 3 കവാടങ്ങളാണ് അല്ലെ? ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. ഈ 3 ദ്വാരങ്ങൾ എന്തിലേക്കാണ് ഒരു ആത്മാവിനെ നയിക്കുന്നത്? അത് നാശത്തിലേക്കാണ് ആത്മാവിനെ നയിക്കുന്നത്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ദ്വാരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്ത് അവര് പരമപദത്തിലെത്തും. ഈ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പരമപദത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ 23-ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാതെ അതായത് നെഗറ്റീവ് സെൻസിലുള്ള കാര്യങ്ങളാണ് 23-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. 24-ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ പോസിറ്റീവ് എന്താണെന്ന് ആ സെൻസിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. അതായത് ഓരോ മനുഷ്യരും ഓരോ ജീവാത്മാക്കളും ഭഗവാന്റെ സൃഷ്ടിയാണ് അല്ലെ? അപ്പൊ ഭഗവാൻ സൃഷ്ടിച്ച ആ സൃഷ്ടികൾ ഏതനുസരിച്ച് ജീവിക്കണമെന്ന് ഭഗവാൻ തന്നെ അതിനുള്ള ഒരു മാനുവലും തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഓരോ ജീവാത്മാക്കളെ സൃഷ്ടിച്ചപ്പോഴും ഭഗവാൻ അതിനെ എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ രീതികൾ അത് ഭഗവാൻ തന്നെ അതിനൊപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു മാനുവലും കിട്ടുമല്ലേ? അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പഠിക്കാൻ. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കാലം നിൽക്കും. അത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മളെ ഇഷ്ടം പോലെ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്
നശിച്ചു പോകില്ല. അതിന്റെ ഉപയോഗം നമുക്ക് ശരിയായ രീതിയിൽ നടത്താൻ കഴിയില്ല. അതേപോലെ ഓരോ ജീവാത്മാക്കൾക്കും എങ്ങനെയാണ് ഈ ഭൗതിക ജീവിതം നയിക്കേണ്ടത് അതിനെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ശാസ്ത്രങ്ങളുടെ, വേദങ്ങളുടെ എല്ലാം, ഉപനിഷത്തുകളുടെ സാരമായ ഭഗവത്ഗീതയിലെ എല്ലാം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് പൂർണ്ണമായും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഓരോ ജീവാത്മാക്കളും എങ്ങനെയായിരിക്കും, അതല്ലാത്തവർ എങ്ങനെയായിരിക്കുന്നത്, അതല്ലാതെ ജീവിക്കുന്നവരുടെ കാര്യമാണ് ഭഗവാൻ ഈ 23-ാം ശ്ലോകത്തിൽ പറയുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ജാതികൾക്കും വ്യത്യസ്ത ആശ്രമങ്ങൾക്കും അതാതിന് യോജിച്ച ശാസ്ത്രവിധികളുണ്ട്. ഈ നിയമങ്ങളും ക്രമീകരണങ്ങളും എല്ലാവരും അനുസരിക്കേണ്ടവയാണ്. അവ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം കാമക്രോധ ലോഭങ്ങളാൽ പ്രേരിതനായി പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും പരിപൂർണത നേടുകയില്ല. അതായത് യഹ ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരത, ശാസ്ത്രവിധികളെ അനുസരിക്കാതെ അവരവരുടെ കാമകാരത, അവരുടേതായ തന്നിഷ്ടപ്രകാരം അവരുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള പൂർത്തീകരണത്തിന് വേണ്ടി, ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങൾക്കുള്ള പൂർത്തീകരണത്തിന് വേണ്ടി അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് നസ സിദ്ധിം അവാപ്നോതി, അവർക്കൊരു പരിപൂർണതയും കിട്ടുകയില്ല. പിന്നെ സുഖം കിട്ടില്ല, അവർക്ക് പരമമായ ഗതിയെ പ്രാപിക്കാനും കഴിയില്ല. അവ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം കാമക്രോധ ലോഭങ്ങളാൽ പ്രേരിതനായി പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും പരിപൂർണത നേടുകയില്ല. മറ്റു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവയെ സ്വജീവിതത്തിൽ പ്രായോഗികമാകാത്തവനെ നരാധമൻ എന്ന് തന്നെ കരുതാം. അതായത് ഇനി ശാസ്ത്രങ്ങൾ അറിയാത്തവർക്ക് പരിപൂർണതയിൽ ഒരിക്കലും എത്താൻ സാധിക്കില്ല. ഇനി ആ ശാസ്ത്രങ്ങളെ കുറിച്ച് അറിയാമെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരെ നരാധമൻ എന്ന് വേണം കരുതാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് ബുദ്ധി ഉപയോഗിച്ച് തന്റെ ജീവിതത്തെ സമുത്കൃഷ്ടമാക്കാൻ ഉതകുന്ന നിബന്ധനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്യാത്തവൻ സ്വയം തരം താഴ്ന്നു. അതായത് മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ സമുത്കൃഷ്ടമായ രീതിയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മൾ ആ നിബന്ധനകൾ, അതായത് ശാസ്ത്രവിധികൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതായത് ഭഗവാനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ ഭഗവാന്റെ തന്നെ ആ ശാസ്ത്രങ്ങൾ നമ്മള് 15-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമപോഹനം ച വേദേശ്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. അതായത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒഴിക്കുന്നുണ്ടല്ലേ. നമുക്ക് മറവിയും ഓർമ്മയും ജ്ഞാനവും എല്ലാം ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അതുപോലെ ഭഗവാനാണ് എല്ലാ വേദങ്ങളെയും സൃഷ്ടിച്ചത്. വേദങ്ങളുടെ സൃഷ്ടാവും ഭഗവാനാണ്. ആ വേദങ്ങളിലൂടെ അറിയേണ്ടതും നമ്മൾ ഭഗവാനെ തന്നെയാണ്. അഹം വേദേശ സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദ ഏവ ച അഹം. ഭഗവാനെ തന്നെയാണ് നമ്മൾ ഈ വേദങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഭഗവാൻ സൃഷ്ടിച്ച ആ ഭഗവത്ഗീത, അതായത് അർജുനന് പറഞ്ഞു കൊടുത്ത ആ ഭഗവത്ഗീതയിലെ എല്ലാം ഭഗവാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അർജുനന് ഉപദേശിച്ചു കഴിഞ്ഞു. അതിലൂടെ അർജുനന് മാത്രമല്ല ഇനി വരുന്ന എല്ലാ ജീവാത്മാക്കൾക്കും അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അത് അർജുനനിലൂടെ ഉപദേശിച്ചു കൊടുത്തത്. അത് ആരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തി, അതായത് ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ വെറുതെ സമയം പാഴാക്കലല്ലാതെ അത് മനസ്സിലാക്കി സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവരാരൊക്കെയാണോ അവർക്കാണ് ആത്മീയമായ ഉന്നതിയും അവരാണ് ആ പരാഗതിയെ പ്രാപിക്കുന്നത്. ഈ നിയമനിബന്ധനകളെയും ധർമാനുഷ്ഠാനങ്ങളെയും എല്ലാം അനുസരിക്കുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ ഭഗവാനെ കുറിച്ച് ബോധമാർജിക്കാത്ത പക്ഷം അയാളുടെ അറിവെല്ലാം പാഴിലാവുകയും ചെയ്യും. അതായത് എല്ലാം അറിഞ്ഞിട്ടും ഈശ്വരാരാധനയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ അവസാന ഘട്ടത്തിൽ ഭഗവാനെ കുറിച്ച് ബോധമാർജിക്കാത്ത പക്ഷം, അതായത് നമ്മൾ എന്താണ് അറിയേണ്ടത്? ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ. ഈ പരമസത്യം മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമുക്ക് വെറും സമയം പാഴാക്കലാണ്. അതായത് അയാളുടെ അറിവെല്ലാം പാഴിലാവുകയും ചെയ്യും. ഭഗവാനെ അറിയാതെ നമ്മൾ ഏത് ദൈവങ്ങളെ ആരാധിച്ചാലും അതെല്ലാം പാഴാവുകയാണ്. അതായത് ആ ജീവാത്മാവിന്റെ ആ ജീവിതം വെറും പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവവിശ്വാസിയാണെങ്കിലും ഭഗവത് സേവനത്തിൽ ഏർപ്പെടാത്ത പക്ഷം അയാളുടെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലാകും. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിന്റെയും ഭക്തിയുത സേവനത്തിന്റെയും മേഖലയിലേക്ക് ഒരാൾ ക്രമേണ ഉയരുക തന്നെ വേണം. എങ്കിലേ പരിപൂർണത കൈവരിക്കാനാവൂ. മറ്റൊരു വിധത്തിലും അത് സാധ്യമല്ല. അതായത് ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഭഗവാനെ കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ച്
അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതായത് ശാസ്ത്രങ്ങൾ എന്താണ് പറയുന്നത് അത് അനുസരിച്ച് ജീവിക്കുക. എന്തുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞത് അനുസരിക്കണം എന്ന് പറയുന്നത്? ശാസ്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു, വേദേശ സർവേ രാമേവ വേദ്യോ വേദാന്തകൃ. അതായത് ഭഗവാനാണ് വേദങ്ങൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആ വേദങ്ങളെ വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരിപൂർണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിലും, അതായത് കൃഷ്ണാബോധത്തിൽ വന്ന് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക, അതായത് ഭഗവാനെ ആരാധന ചെയ്യുക, ഭഗവാന് വേണ്ട ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി അനുസരിക്കുക. അതെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. കാമകാരത എന്ന പദം അർത്ഥകർമ്മമാണ്. അറിഞ്ഞുകൊണ്ട് നിയമങ്ങളെ ലംഘിക്കുന്നവൻ കാമപ്രേരിതനെത്രേ. നിഷിദ്ധമായത് ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും അയാൾ പിന്മാറുന്നില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല. ഇതിന് തന്നിഷ്ടം എന്ന് പറയുന്നത്, അതായത് കാമകാരത, തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി തന്നിഷ്ടം പോലെ ജീവിക്കുക. ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അയാൾ അതനുസരിച്ച് ജീവിക്കുന്നില്ല. അതിനെയാണ് തന്നിഷ്ടം എന്ന് പറയുന്നത്. ഇത്തരം തന്നിഷ്ടക്കാർ ഭഗവാന്റെ ശാപമേൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മനുഷ്യ ജീവിതത്തിന് വിധിക്കപ്പെട്ട പരിപൂർണത അവർക്ക് ലഭ്യമല്ല. മനുഷ്യ ജീവിതത്തിന് വിധിക്കപ്പെട്ട പരിപൂർണത എന്ന് പറയുന്നത്, മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് അല്ലെ? നമ്മളെല്ലാം മുൻ ജന്മങ്ങളിലെല്ലാം ചെയ്ത പാപങ്ങള്, നമുക്ക് ധാരാളം കന്മഷങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മാറ്റി നമ്മളെ ശുദ്ധീകരണം നടത്തുകയാണ് ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. അത് ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കാത്ത പക്ഷം നമുക്ക് ഒരിക്കലും പരമമായ ഗതിയെ പ്രാപിക്കാൻ സാധിക്കില്ല. ജീവിത പവിത്രീകരണമാണ് മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷ ഉദ്ദേശം. നിയമനിബന്ധനകളെ ലംഘിക്കുന്ന ഒരാൾക്ക് സ്വയം ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ സുഖം എന്നത് അയാൾക്ക് അപ്രാപ്യവുമാണ്. അതായത് സ്വയം ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കാത്ത പക്ഷം ഒരിക്കലും അയാൾക്ക് യഥാർത്ഥ സുഖം, അതായത് ഭഗവാന്റെ ആ പരമധാമത്തിലേക്കുള്ള പ്രാപ്തി, അതൊരിക്കലും, ആ പരമമായ ഗതി ഒരിക്കലും ആ ജീവാത്മാവിന് കിട്ടുകയില്ല. അതായത് തന്നിഷ്ടപ്രകാരം കാമകാരത, ആ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായി ചെയ്യുന്ന തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ജീവിതം, മനുഷ്യ ജീവിതം പാഴാക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും, ആ ജീവാത്മാവിന് ഒരിക്കലും പരമമായ ഗതിയെ പ്രാപിക്കാൻ കഴിയില്ല. ഈ ശാസ്ത്രവിഹിതങ്ങളായ കാര്യങ്ങള് പാലിക്കാത്തവരുടെ കാര്യങ്ങളാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അവസാനമായിട്ട് ഭഗവാനെ കുറിച്ച് എല്ലാ ആരാധനകളും, ഭഗവാന്റെ കാര്യങ്ങൾ ആരാധനകളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാതെ, അതായത് പരമദിവ്യത്വ പുരുഷനാണ് നമ്മള് ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, ആ സച്ചിദാനന്ദ വിഗ്രഹമായ ഭഗവാനാണ് എല്ലാത്തിന്റെയും അധിപൻ. അതെ, ആ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കാത്ത പക്ഷം നമുക്ക് ഒരിക്കലും പരിപൂർണത കൈവരിക്കാൻ സാധിക്കുകയില്ല. അതായത് ഭഗവാനെ അറിയുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, എന്നിട്ടാണ് നമ്മൾ ആരാധന ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ ദൈവങ്ങളെയും നമ്മൾ വിശ്വസിച്ച് നമ്മൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഏത് ദൈവത്തെയാണ്, ഏതാണ് നമുക്ക് വേണ്ട അൾട്ടിമേറ്റ് ഗോൾ, എവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ വഴി നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റ് മാർഗങ്ങളിലേക്ക് നമ്മൾ പോവില്ല. അതായത് നമുക്ക് നമ്മുടെ വഴി ഏതാണെന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തണം. നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ, അതായത് ഓരോ ജീവാത്മാക്കളും ഭഗവത്ഗീത പഠിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, അതല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റ് ആരാധനകളിലേക്ക് പോകുമ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതായത് ശരിക്കും മനസ്സിലാക്കുക, ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവര് വഴിതെറ്റി പോകുന്നത്. അങ്ങനെ സ്ഥിരബുദ്ധിയോടുകൂടി ആ ശാസ്ത്രമാണ് സത്യം, അത് മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾക്കും വ്യതിചലിച്ച് പോകാൻ കഴിയില്ല. അതായത് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്കും വഴി തെറ്റിപ്പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് പൂർണ്ണമായും നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കി അതനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ മാറ്റം വരുത്തണം. അതായത് നമ്മുടെ നവത മാർഗങ്ങളെല്ലാം നമ്മൾ പരിശീലിക്കുക. അതിലൂടെ നമുക്ക് ആത്മീയമായ ഉന്നതി കൈവരിക്കാൻ സാധിക്കും. അതിലൂടെ മാത്രമേ നമുക്ക് പരമമായ ഗതിയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ നരാധമന്മാരെന്ന് ഇവിടെ പറയുന്നുണ്ട്, ഭദ്രത പറയുന്നുണ്ട്, നരാധമരെന്ന്. അതായത് അവർ താഴേക്ക് പോവുകയുള്ളൂ. അതായത് ഒരിക്കലും മുകളിലേക്ക് ഉയർന്ന ആധ്യാത്മിക ഗ്രഹങ്ങളിലേക്ക് എത്താൻ അവർക്ക് കഴിയില്ല. അവര് മൃഗതുല്യരായ ജീവിതമാണ് അവർക്ക് അടുത്ത ജന്മങ്ങളിൽ കിട്ടാൻ പോകുന്നത്. അങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ടും താഴ്ന്ന തരം വീണ്ടും താഴേക്ക് പോകുന്നത് അവരുടെ അജ്ഞാനം കൊണ്ട്, അതായത് ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട്. അങ്ങനെ അതിലേക്ക് വഴുതി വീഴും. അതാണ് അർജുനന് ഭഗവാൻ ഈ 23-ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ശാസ്ത്രങ്ങൾ അനുസരിക്കാതെ പോകുന്നവരുടെ അവസ്ഥ എന്താണ്. ആദ്യത്തെ കൂട്ടർക്ക് അറിയില്ല, ശാസ്ത്രങ്ങൾ എന്താണെന്ന് അറിയില്ല.
രണ്ടാമത്തെ ആണെങ്കിൽ അറിയും, അവരത് അനുസരിച്ച് ജീവിക്കുന്നില്ല. മൂന്നാമത്തെ കൂട്ടര് അറിയുന്നുണ്ടെങ്കിലും ശരിയായത് നമ്മൾ ഏതിനെയാണ് ആരാധിക്കേണ്ടത്, ഏതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം, അത് അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പോയാലും അവർക്കും വീണ്ടും താഴോട്ട് തന്നെയാണ് അവരുടെ പ്രയാണം. അവർക്ക് ഒരിക്കലും ആത്മീയമായ ഉന്നതി അവർക്കും കൈവരുന്നില്ല. അതിനുശേഷം ഭഗവാൻ 24-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹ അർഹസി. തസ്മാത് അതുകൊണ്ട് അർജുനോട് പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത് അനുസരിക്കാത്തവരുടെ കാര്യങ്ങൾ. അതുകൊണ്ട് അർജുന എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമനിബന്ധനകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. അതായത് എന്താണ് ഒരു ജീവാത്മാവ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുകയല്ല വേണ്ടത്. ഓരോ ജീവാത്മാക്കളും പറഞ്ഞാലോ നമുക്കൊരു മാനുവൽ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ശാസ്ത്രവിധി, അതനുസരിച്ച് ജീവിക്കണം. ആ ഇത് ഭഗവാനാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേറൊരു സംശയത്തിന് അവിടെ വകയില്ല. കാരണം ഭഗവാൻ തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ അതിൽ ചോദ്യത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ധർമ്മശാസ്ത്രങ്ങൾ നമ്മൾ അനുസരിക്കുക തന്നെ വേണം. ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമനിബന്ധനകൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡൂസ് ആൻഡ് നോൺസ് അത് ഏതെല്ലാമാണോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രവർത്തിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിന് അനുസൃതമാണോ അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാത്തവർക്ക് ഒരിക്കലും പരമമായ ഗതിയെ പ്രാപിക്കാൻ സാധിക്കില്ല. അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് പരമമായ ഗതിയെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ശാസ്ത്രങ്ങളെ നമ്മൾ അനുസരിച്ചേ മതിയാവൂ. അതനുസരിച്ച് ജീവിക്കലാണ് ഒരു മനുഷ്യൻ, അതായത് മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ നമുക്ക് അപൂർവമായിട്ടാണ് അല്ലെ. ആ കിട്ടിയ ജന്മം നമ്മൾ വിലപ്പെട്ട ആ ജന്മം പാഴാക്കി കളയാതെ ആ ജന്മത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനാണ് ഭഗവാൻ അർജുനനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ വൈദിക വിധികളെല്ലാം കൃഷ്ണനെ അറിയാനുള്ള വഴികളാണ്. ഭഗവത്ഗീതയിലൂടെ കൃഷ്ണനെ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നവൻ വേദസംഹിതകൾക്ക് നൽകാവുന്നത്ര അത്യുത്കൃഷ്ട ജ്ഞാനം അത്രയും നേടിക്കഴിഞ്ഞു. അതായത് കൃഷ്ണാബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുഴുകുകയാണെങ്കിൽ നമ്മൾ വേദസംഹിതകൾക്ക് നൽകാവുന്നത്ര അത്യുത്കൃഷ്ട ജ്ഞാനം അത്രയും നേടിക്കഴിഞ്ഞു. നമുക്ക് ആ ജ്ഞാനം കിട്ടും. അതായത് നമുക്ക് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഉപദേശിച്ചു തന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ഭഗവത് കാര്യങ്ങൾ, അതായത് ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതായത് ഭഗവാന്റെ കീർത്തനം ചെയ്യുക, ഭഗവാന് മാല കെട്ടിയിടുക, അങ്ങനെയുള്ള ആ കർമ്മങ്ങൾ, അതായത് ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ മൂന്നാമത് ചെയ്യേണ്ടത് ഭഗവാന്റെ പ്രസാദം കഴിക്കുക. അതായത് ഭഗവാൻ ഓഫർ ചെയ്തതിനു ശേഷം അത് പ്രസാദം ആയിട്ട് കഴിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ വേദസംഹിതകൾക്ക് നൽകാവുന്ന ആ വേദസംഹിതകളിലെല്ലാം പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഭഗവാനെ അറിയണം, നമ്മൾ മഹാമന്ത്രം ജപിക്കണം, ഭഗവാന് വേണ്ട ആ കാര്യങ്ങൾ, ഭഗവാൻ ചെയ്യുന്ന ആരാധന ചെയ്യേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുക. പിന്നെ ഭഗവാന്റെ പ്രസാദം കഴിക്കുക. ഇതെല്ലാം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. മഹാമന്ത്രം ജപിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്തൊക്കെയാണ് ഭഗവാന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യുക. ഭഗവാൻ നമ്മൾ വ്യക്തിഗതമായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ഭഗവാന്റെ പ്രസാദം കഴിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ജീവാത്മാവും മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അവർക്കാണ് ഈ വേദസംഹിതകൾ പറഞ്ഞിട്ടുള്ളതെല്ലാം അവർക്ക് താനേ വെളിവാക്കപ്പെടും. അതായത് ഭഗവാൻ തന്നെ അത് അവർക്ക് അവരുടെ ഉള്ളിൽ അത് ലഭിച്ചിരിക്കും. അതാണ് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ പ്രക്രിയ അത്യന്തം ലളിതമാക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുവാനും ഭഗവത് സേവനത്തിൽ ഭക്തിപൂർവ്വം ഏർപ്പെടാനും ഭഗവത് പ്രസാദം ഭക്ഷിക്കാനുമാണ് അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. ഈ ഭക്തി സാധനങ്ങളെ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ വൈദിക സാഹിത്യങ്ങൾ വേണ്ടും വണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. അയാൾ ശരിയായ നിഗമനത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി, അതായത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇതെല്ലാം ഭഗവാൻ വെളിവാക്കി തരുന്നത്. എന്നാൽ കൃഷ്ണാബോധം ഉദിക്കാതെയും ഭക്തി സാധനയിൽ ഏർപ്പെടാതെയും ഉള്ളവന്
കൃത്യങ്ങൾ അറിയാൻ വേദഗ്രന്ഥങ്ങൾ പഠിക്കണം. തർക്കം കൂടാതെ അനുസരിക്കുകയും വേണം. ഇതിനെ ശാസ്ത്രാനുവർത്തനം എന്ന് പറയുന്നു. അതറിയാത്തവര് അത് തീർച്ചയായും അത് പഠിക്കുക തന്നെ വേണം. അതായത് വേദഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണം. സാധാരണ കൃഷ്ണാബോധത്തിൽ വരുന്ന ആൾക്കാര് എല്ലാവരും നമുക്ക് സത്സംഗങ്ങൾ പോകുമ്പോഴായാലും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും പഠിക്കുകയാണ് അവിടെ. അപ്പൊ നമ്മളത് സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഭൗതികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. കാരണം അവരെപ്പോഴും ഭഗവാനിൽ തന്നെ അവരുടെ മനസ്സ് നിൽക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ എങ്ങനെയാണ് അടുക്കാൻ കഴിയുന്നത് അതിന് അവർ ചെയ്യുക. പ്രതികൂലമായതിനെ കൃഷ്ണാബോധം ഉൾക്കൊണ്ട ജീവാത്മാക്കൾ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ലാത്തവർ, അതിലേക്ക് വരാത്ത, അതിന് വരാൻ അവർക്ക് അവരെ കർമ്മബലം അവർക്ക് അതിൽ എത്തിക്കാത്തവർക്ക് അവര് തീർച്ചയായും ബദ്ധനായ ആത്മാവിൽ കാണാശങ്ങൾ ശാസ്ത്രത്തിൽ. ഇനി എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്? അതായത് നമ്മളെല്ലാം ജീവാത്മാക്കളാണ്, നമ്മൾ ഭഗവാന്റെ സൃഷ്ടിയാണ്. പക്ഷെ നമ്മൾക്ക് 4 ഡിഫക്ട്സ് ഉണ്ട് അല്ലെ, 4 ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ആത്മം ഉണ്ടാക്കി അതനുസരിച്ച് മറ്റുള്ളവരോട് ജീവിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യരാണ്, അദ്ദേഹത്തിന് ഈ 4 ഡിഫക്ട്സ് ഉണ്ട്. 4 ഡിഫക്ട്സ് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും, അതായത് അവരുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട്. അതായത് നമ്മൾ ഒരു കാണാൻ കഴിയില്ല. കാരണം നമുക്ക് ആ ഇരുട്ടിലുള്ള കാഴ്ചശക്തി നമുക്കില്ല. പക്ഷെ മറ്റ് ജീവികൾക്ക് അതുണ്ട്. പക്ഷെ മനുഷ്യർക്ക് അതിൻ്റെതായ ആ കഴിവ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ ഡിഫക്ട്സ് ഉണ്ട്. ഇപ്പോ ബ്രേക്ക് വരുന്നുണ്ട്, എനിക്കാണോ അതോ ഉണ്ട്, ആ പരിധിക്ക് താഴെയുള്ളത് അതേപോലെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ ഉണ്ട്. ഹരേ കൃഷ്ണ. ചെറിയ ബ്രേക്ക് വരുന്നുണ്ട് പറയാണ് മാതാജി. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കണ്ടിന്യൂ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ലിമിറ്റേഷൻസ് ഉള്ള ആ ഇന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കുവാനും അത് കാരണം ആ ഡിഫക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാത്തിലും അത് വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ആ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് മറ്റുള്ളവർ നമ്മളെ ചതിക്കാനും സാധ്യതയുണ്ട്. നമുക്കെല്ലാം ഇന്ദ്രിയങ്ങൾക്കെല്ലാം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കൊന്നും പൂർണ്ണമായി നമുക്ക് അറിയില്ല. അതേപോലെ നമുക്ക് മിസ്റ്റേക്ക്, അതായത് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. നമ്മൾ എന്ത് ചിന്തിച്ചാലും അതിൽ തെറ്റുകൾ വരാം. കാരണം നമ്മൾ ജന്മന നമ്മുടെ സൃഷ്ടിയിൽ തന്നെ നമുക്ക് ഡിഫക്ട്സ് വന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ 4മത്തേതാണ് നമ്മൾ മായയിൽ പെടാം. അതായത് നമുക്ക് ഏറ്റവും വലിയ മായയിൽ നമ്മൾ പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ സുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ കിട്ടില്ല എന്ന പരമസത്യം മനസ്സിലാക്കാതെ നമ്മൾ മായയിൽപ്പെട്ട് ആ സുഖം അന്വേഷിച്ച് നമ്മുടെ ഈ ജീവിതം വെറുതെ പാഴാക്കി കളയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ മായ അല്ലേ. നമ്മൾ ആ സുഖം അന്വേഷിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുകയാണ്. എന്നാൽ ഇപ്പൊ നമ്മള് ഒരു നല്ല വെയിലുള്ള ദിവസം വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് റോഡിൽ നിറയെ വെള്ളം കിടക്കുന്ന പോലെ നമുക്ക് തോന്നൂല്ലേ. ഇതെല്ലാം നമ്മൾക്കുള്ള ഡിഫക്ട്സ് ആണ്, നമുക്കത് അറിയില്ല. അത് നമുക്ക് തോന്നുകയാണ്, നമ്മൾ മായയിൽ പെടുകയാണ്. ഈ 4 ഡിഫക്ട്സ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മുടേതായ രീതിയിൽ നിയമസംഹിതകളോ ഒന്നും നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല. നമ്മൾ ജന്മനാ തന്നെ ഡിഫക്ട്സ് ഉള്ളവരാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് വേദങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്ന ഭഗവാന് സമ്പൂർണനാണ്. അദ്ദേഹം സച്ചിദാനന്ദനാണ് അല്ലെ. അദ്ദേഹത്തിന് ഒരിക്കലും ഇതേപോലുള്ള ഡിഫക്ട്സ് ഒന്നുമില്ല. അദ്ദേഹം എപ്പോഴും അതീന്ദ്രിയ അവസ്ഥയിലാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാം. അതുകൊണ്ടാണ് അപക്വങ്ങളായ ഇന്ദ്രിയങ്ങൾ, വഞ്ചനാ പ്രവണത, തെറ്റുവരുത്തുവാനുള്ള പ്രവണത, വ്യാമോഹശീലം ഇവയാണ് ആ ദോഷങ്ങൾ. അതായത് നമുക്ക് ഉള്ള 4 ദോഷങ്ങളാണ് പറയുന്നത്. ബദ്ധാവസ്ഥയിലുള്ള ഈ 4 ദോഷങ്ങൾ മനുഷ്യനെ നിയമബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതിന് അനർഹനാക്കുന്നു. ശാസ്ത്രോക്തങ്ങളായ നിയമനിബന്ധനകൾക്ക് ഈ ദോഷങ്ങൾ ബാധകമല്ലാത്തതുകൊണ്ട് എല്ലാ ആചാര്യന്മാരും മറ്റു മഹാത്മാക്കളും അവയെ നിഷ്കർഷതയോടെ പാലിച്ചു പോരുന്നു. അതായത് നമുക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ആചാര്യന്മാരും ആ വേദസംഹിതകളെ ആചരിച്ച് അത് അനുവർത്തിച്ചു പോരുന്നു. അതേപോലെ നമ്മളും അതിനനുസരിച്ച് ജീവിക്കണം എന്നാണ്
ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനാണ് ഭഗവാൻ നമുക്ക് ഉപനിഷത്തുകളും വേദാന്ത സൂത്രം എല്ലാം നമുക്ക് തരുന്നു. ഭഗവത്ഗീത നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് തന്നെയാണ്. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് അസുര സ്വഭാവികൾ, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചതാണല്ലോ, അസുര സ്വഭാവം അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, അത് വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, കൃഷ്ണാബോധത്തിൽ വരാത്തവരുണ്ടെങ്കിലും അവര് ഈ വേദ സംഹിതകള് നിർബന്ധമായും അവരത് പഠിച്ചിരിക്കണം, അതനുസരിച്ച് ജീവിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഭാരതത്തിൽ ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ പല വിധമുണ്ട്. മുഖ്യമായി 2 വിധം: വ്യക്തിശൂന്യവാദികൾ, വ്യക്തിഗതവാദികൾ എന്നിങ്ങനെ. 2 കൂട്ടരും വേദപ്രമാണങ്ങൾക്ക് അനുസൃതമായി തന്നെ ജീവിതം നയിക്കുന്നു. വേദസിദ്ധാന്തങ്ങളെ മാനിക്കാത്തവർക്ക് പരിപൂർണതയിലെത്താൻ സാധ്യമല്ല. ശാസ്ത്രങ്ങളുടെ പൊരുളറിഞ്ഞ മനുഷ്യനെ ഭാഗ്യശാലി എന്ന് കരുതാം. അതായത് വ്യക്തിശൂന്യവാദികളായാലും വ്യക്തിഗതവാദികളായാലും 2 കൂട്ടരും വേദപ്രമാണങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് ജീവിതം നയിക്കുന്നത്. ഒന്ന് വ്യക്തിഗതമായി ഭഗവാനെ ആരാധിക്കുന്നു, മറ്റുള്ളവരെല്ലാം ഒന്നാണെന്നുള്ള ആ രീതിയിൽ അവര് ബ്രഹ്മത്തെ ആരാധിക്കുന്നു. എന്തായാലും അവർ വേദ പ്രമാണങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാത്തവർ, അത് മാനിക്കാത്തവർക്കാണ് പരിപൂർണതയിലേക്ക് എത്താൻ സാധ്യതയില്ലാത്തത്. അതുകൊണ്ട് ശാസ്ത്രങ്ങളുടെ പൊരുളറിഞ്ഞ മനുഷ്യനെ ഭാഗ്യശാലി എന്ന് കരുതുന്നു. അതായത് നമ്മളെല്ലാം ഭാഗ്യശാലികളാണല്ലേ, നമ്മളെല്ലാം ഇത് മനസ്സിലാക്കാൻ, അതിന്റെ പൊരുളറിയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൃഷ്ണാബോധ പ്രവർത്തനത്തിലേക്ക് നമ്മൾക്ക് നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ സാധിച്ചു. അതിലേക്ക് എത്താൻ കഴിയാത്ത എത്രയോ ജീവാത്മാക്കളുണ്ട്. നമ്മൾ മുൻപെടുത്ത ജന്മങ്ങളിലെല്ലാം നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായില്ല. പക്ഷെ നമുക്ക് ഈ ജന്മത്തിൽ, ഈ മനുഷ്യജന്മം കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാനും ഭഗവാനെ കുറിച്ച് അറിയാനും ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ഒരുമിച്ച്, അതായത് നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ ഒരുമിച്ച് കൂടാനും നമുക്ക് സാധിച്ചു. നമ്മൾ എവിടേക്കോ ജനിച്ചു മരിച്ച ജീവാത്മാക്കൾ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അതായത് എല്ലാവരുടെയും ആ ഒരു കർമ്മഫലം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ഇതിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം തരുന്ന പ്രമാണങ്ങളോടുള്ള വെറുപ്പാണ് മനുഷ്യ സമൂഹത്തിൽ എല്ലാതരം വീഴ്ചകൾക്കും കാരണം. അതായത് ഭഗവാനെ കുറിച്ച് ഉള്ള ജ്ഞാനം തരുന്ന പ്രമാണങ്ങളെ കുറിച്ച് അറിവില്ല, അതിനെക്കുറിച്ച് നമുക്ക് ഉള്ള വെറുപ്പ്, അതായത് ഇപ്പോഴത്തെ തലമുറയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ജീവിതം പോലും കളയാൻ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് പോലും അവർക്ക് അത് അനുഭവിച്ചു തീർക്കാനുള്ള ഒരു മാനസിക അവസ്ഥയില്ല അവർക്ക്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവര് ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് നമുക്ക് വൈദിക ജ്ഞാനമില്ലാത്തത് കൊണ്ട്, എന്തിനാണ് നമുക്ക് ഈ ജന്മം കിട്ടിയത്, എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികൾ ആ ജീവിതം അവസാനിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, കുട്ടികളെ ഈ വൈദിക ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണാബോധ പ്രവർത്തനം എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറയുന്നത്. അതായത് ഈ ആത്മഹത്യാ പ്രവണത ഏത് രീതിയിലായാലും ജീവൻ അവസാനിപ്പിക്കുക, അതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയതെന്നുള്ള ജ്ഞാനം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധമാണത്. അതായത് എല്ലാതരം വീഴ്ചകൾക്കും ഇത് ഭഗവാൻ നമുക്ക് ഇതൊന്നും നമ്മുടെ ഭഗവാന്റെ ഇഷ്ടം കൊണ്ടല്ല നമുക്ക് ഇതെല്ലാം അനുഭവിക്കാൻ നമ്മൾ പ്രാപ്തമാകുന്നത്. കാരണം നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. ആ ഒരു ജ്ഞാനം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് അതിൽ അനുഭവിക്കാം. ആ സ്ട്രെസ് ഒന്നും അവർക്ക് താങ്ങാനുള്ള ശേഷിയില്ല. അവര് അത് അനുഭവിച്ചു തീർക്കുന്നതിന് പകരം ആ സമയത്ത് തന്നെ അവരത് അവസാനിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ ബുദ്ധി അത്രയ്ക്കേ ഉള്ളൂ, അത്രയ്ക്കേ അവര് ചിന്തിക്കുന്നുള്ളൂ. കാരണം അത് അനുഭവിക്കാനുള്ള ഒരു ശേഷി, എന്തുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് നമുക്ക് വന്നത്, അങ്ങനെയുള്ള ചിന്ത വരാതെ അത് നേരിടാനുള്ള ഒരു ശക്തി അവർക്ക് കിട്ടുന്നില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ഏത് പരിതസ്ഥിതിയിൽ വന്നാലും നമുക്കതിനെ മറികടക്കാനുള്ള ധൈര്യം ഭഗവാനാണ് നമുക്ക് തരുന്നത് അല്ലെ. ഏത് പ്രതിസന്ധികളായാലും അത് തരണം ചെയ്ത് ഭഗവാനിലേക്ക് എത്തുക തന്നെ വേണം എന്നുള്ളൊരു ദൃഢവിശ്വാസം നമുക്ക് ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഊർജം നമുക്ക് കിട്ടുന്നത് പോലെ അത് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാനും കഴിയണം. ഭഗവാന്റെ ഭൗതിക ശക്തിയായ മായ ക്ലേശത്രയത്താൽ നമ്മെ സദാ ദുഃഖിപ്പിച്ചു പോരുന്നതും അതാണ് പറയുന്നത്. നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് ആധ്യാത്മികമായാലും അതിദൈവികമായാലും അതിഭൗതികമായാലും ആ ക്ലേശങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്തു പോകാനുള്ള ശേഷി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായ ജ്ഞാനം ഉണ്ടായേ മതിയാകും.
ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ ഒരാൾ സത്വഗുണത്തോളമെങ്കിലും ഉയരണം. അത് രജസ്തമോ ഗുണങ്ങളെ നമ്മൾ മാറ്റി നിർത്തി നമ്മൾ ഈ സത്വഗുണം വളർത്തുന്നത്. നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞതാണ്, ഈ രജസ്തമോ ഗുണങ്ങളെ നമ്മിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് ഓരോ ജീവാത്മാക്കളും ചെയ്യേണ്ടത്. കാരണം സത്വഗുണത്തിലേക്ക് ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്കുള്ള പാത തുറന്നു കിട്ടുകയുള്ളൂ. അത് തുറന്നു കിട്ടിയാൽ മാത്രമേ നമ്മൾ ശുദ്ധസത്വത്തിലേക്ക് ഉയരുകയുള്ളൂ. സത്വഗുണത്തിൽ നിന്നെങ്കിൽ മാത്രമേ ശുദ്ധസത്വത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ രജസ്തമോ ഗുണങ്ങളെ തീർച്ചയായും നമ്മളെല്ലാവരിലും രജസ്തമോ ഗുണങ്ങൾ ഉണ്ടാകും. അത് പ്രകടമാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ മാറ്റി നിർത്താനുള്ള ബുദ്ധി നമ്മൾ പ്രയോഗിക്കണം. അതിനാണ് നമ്മൾ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അത്രയും സാധിക്കാത്തവർക്ക് രജസ്തമോ ഗുണങ്ങളിൽ അകപ്പെട്ട് അസുര ജീവിതം നയിക്കുകയേ നിവൃത്തിയുള്ളൂ. ഈ രജസ്തമോ ഗുണ സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളെയും പുണ്യാത്മാക്കളെയും ഭഗവാനെ കുറിച്ചുമുള്ള ശരിയായ ജ്ഞാനത്തെയും നിന്ദിക്കുന്നവരാണ്. അതായത് രജസ്തമോ ഗുണ സ്വഭാവികൾക്ക് അവർക്ക് ഈ ജ്ഞാനം, അതായത് ഈ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ചുള്ള ജ്ഞാനം, ഇതൊന്നും അവർക്ക് അറിയില്ല. അവരതിനെയെല്ലാം നിന്ദിക്കും. കാരണം അവരെ നയിക്കുന്നത് ഈ രജസ്തമോ ഗുണങ്ങളാണ്. അവരുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിയാണ് അവർക്ക് ഏറ്റവും പ്രധാനം. അവര് അതിലാണ് ജീവിക്കുന്നത്. ആ മായയിൽ, അതിൻ്റെതായ മായയിൽ പെട്ട് അവർക്ക് ഇതിനെ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് കിട്ടുന്നില്ല. അവരുടെ ബുദ്ധി മുഴുവൻ ഈ ഇന്ദ്രിയ സന്ദർഭത്തിലേക്ക് അവര് വിനിയോഗിക്കുകയാണ്. ആധ്യാത്മിക ആചാര്യന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്തവരും ശാസ്ത്രോക്ത നിയമങ്ങളെ അവഗണിക്കുന്നവരുമാണ്. അവർക്ക് ശാസ്ത്രങ്ങൾ പറയുന്ന ആ നിയമങ്ങളൊന്നും അനുസരിക്കാൻ അവർക്ക് ബാധ്യസ്ഥയില്ല. അവരതെല്ലാം അവഗണിച്ച് കളയാണ്. അവർക്കൊന്നും വേണ്ട. അസുര സ്വഭാവികൾ പറയുന്നുണ്ടല്ലോ, അവരാണ് ഈശ്വരൻ, അവര് പറയുന്നതാണ് കാര്യം. തന്നിഷ്ടം പോലെ ആ ആ കാമത്തിന് വേണ്ടി അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നു. ഭക്തിപൂർവമുള്ള സേവനത്തിന്റെ മഹത്വത്തെ പറ്റി എത്ര തന്നെ കേട്ടിരുന്നാലും അവർ അതിലേക്ക് ആകർഷരാകില്ല. കാരണം അവരെ നയിക്കുന്നത് ഈ രജസ്തമോ ഗുണങ്ങളും അതിലുള്ള ആ കാമം. അതുകൊണ്ട് അവർക്ക് അതിലേക്ക് അവരെ ആകർഷരാകുന്നില്ല. സ്വന്തം ഉത്കർഷത്തിന് സ്വന്തം വഴി അവർ ശക്തി ഉണ്ടാക്കുന്നു. ഇതെല്ലാമാണ് അസുര ജീവിതത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ചില ദോഷങ്ങൾ. എങ്കിലും ശരിക്കും ഉചിതനും ഒരു വിശ്വാസനുമായ ആധ്യാത്മിക ഗുരുവിനെ വഴികാട്ടിയായി ലഭിക്കുന്ന ആൾക്ക് സമുത്കൃഷ്ട പദത്തിലേക്ക് ഉയരാൻ കഴിയും. അതോടെ ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരു ആധ്യാത്മിക ആചാര്യനെ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഈ ജീവാത്മാക്കളെല്ലാം ഒരു ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ വേണം ഇതെല്ലാം നേടിയെടുക്കാൻ. അതായത് നമ്മൾ സ്വന്തമായി നമ്മൾ ഇതെല്ലാം പഠിക്കാൻ ശ്രമിച്ചാൽ അതിനൊരു ആധികാരികതയില്ല. അതായത് ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് കേൾക്കുന്നതിൽ നിന്നും മാത്രമേ നമുക്ക് ആധികാരികതയുള്ളൂ. നമ്മളെല്ലാം അതിന്റെ കീഴിൽ, ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ വേണം ഇതെല്ലാം മനസ്സിലാക്കാൻ. എങ്കിൽ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് ഉള്ള വഴി തുറന്നു കിട്ടുകയുള്ളൂ. അതായത് ആധ്യാത്മിക ആചാര്യനാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആചാര്യൻ, ശ്രീലാ പ്രഭുപാദർ നമുക്ക് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അതായത് അതേപോലെ ഭഗവാൻ എന്താണ് പറഞ്ഞത് അതിലൊരു കലർപ്പുമില്ലാതെ അതേപോലെ നമ്മിലേക്ക് എത്തിക്കുകയാണ് ഈ ഭഗവത്ഗീത. ഇത് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും തങ്ങളുടെ ജീവിതം ഏത് വഴിക്ക് തിരിച്ചിടണമെന്ന് പൂർണ്ണമായ വിശ്വാസം ഇതിലൂടെ തന്നെ ലഭിക്കുന്നു. ഇത് നമുക്ക് ഒരു ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ ഇരുന്ന് പഠിക്കുമ്പോഴാണ് അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള ബുദ്ധി നമുക്ക് ദൈവം തരുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ, നമ്മള് മുമ്പ് പഠിച്ചിട്ടുള്ള ശ്ലോകമാണ്. അതായത് നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങള്, എന്താണ് ഒരു ശിഷ്യന് വേണ്ടതെന്ന് ആ ആചാര്യൻ അറിയാം. അപ്പൊ ആ ആചാര്യൻ അതിനുള്ള ശിഷ്യനെ ഏത് രീതിയിലാണോ തിരിച്ചുവിടേണ്ടത് അതെല്ലാം ആ ആധ്യാത്മിക ആചാര്യൻ അറിയാം. അപ്പൊ അതിനുള്ള വഴിയാണ് ആ ആധ്യാത്മിക ആചാര്യൻ പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ ആ ജീവാത്മാക്കൾ തീർച്ചയായും ഭഗവാന്റെ പാതയിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കുന്നത്, അതായത് ശരിയായ രീതിയിൽ അഭ്യസിച്ച് ആ ഭഗവത്ഗീതയിൽ പറഞ്ഞ തത്വങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന ജീവാത്മാവിന് തീർച്ചയായും ഭഗവാന്റെ ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഈ 16-ാം അധ്യായത്തില് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ഈ ദേവാസുര ഭാവങ്ങൾ അതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കി തരുന്നു, നമ്മളെല്ലാം ശാസ്ത്രങ്ങൾ അനുസരിച്ചേ മതിയാകൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടന്റ് ആയ കാര്യം അതാണ്, ശാസ്ത്രങ്ങൾ അനുസരിക്കുക. അല്ലാതെ ഒരു ജീവാത്മാവിനും ശാസ്ത്രങ്ങൾ അനുസരിക്കാതെ തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഒരു ജീവാത്മാവിനും ഒരിക്കലും തന്റെ ജീവിതത്തിന്റെ പരിപൂർണത നേടാനോ ഭഗവാന്റെ നാമത്തിലേക്ക് എത്താനോ സാധിക്കുകയില്ല. അതിന് നമ്മള് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്ന ആ 3 കാര്യങ്ങൾ, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭക്തിയുടെ സേവനം ചെയ്യുക, ഭഗവാന്റെ പ്രസാദം, കൃഷ്ണപ്രസാദം കഴിക്കുക, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഓരോ ജീവാത്മാവിനും തന്റെ ജീവിതം ഭഗവാന്റെ ധാമത്തിലേക്ക്, അതായത് എങ്ങനെയാണ് നമ്മൾ ജീവാത്മാവായി ഈ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയത്, ഇത് നമ്മൾ പൂർണ്ണമായി വിനിയോഗിക്കുക. അതായത് ശാസ്ത്രങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് പോകാനുള്ള വഴി നമ്മൾ തന്നെ
നമ്മുടെ പ്രയത്നത്തിലൂടെ നിത്യേനയുള്ള നമ്മുടെ മഹാമന്ത്ര ജപത്തിലൂടെ നമുക്കതിനെ തീർച്ചയായും എല്ലാവർക്കും അതിന് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കാനുള്ള ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കാനും ഭക്തിയുത സേവനം ദിവസേന എല്ലാ ദിവസവും ഒരു മുടക്കം കൂടാതെ എല്ലാവർക്കും അത് ചെയ്യാനും സാധിക്കട്ടെ. ഭഗവത് പ്രസാദം എല്ലാവർക്കും കഴിക്കാനും ഉള്ള അവസരം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരുടെ മനസ്സിലും ഭഗവാൻ മാത്രം ഇറങ്ങി നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. റൈറ്റ്. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാം ഭഗവാൻ തോന്നിപ്പിക്കുന്നു ഞാൻ പറയുന്ന ഹരേ കൃഷ്ണ, അല്ലാതെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 24 ശ്ലോകത്തിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ ശിലഭഗവതം വ്യത്യസ്ത ജാതികൾക്കും വ്യത്യസ്ത ആശ്രമങ്ങൾക്കും യോജിച്ച ശാസ്ത്രവിധികളുണ്ട് എന്നുവെച്ചാൽ വർണ്ണാശ്രമമാണ് ഉദ്ദേശിക്കുന്നത്. ജാതികളിൽ നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വർണ്ണങ്ങളാണ്. വർണ്ണങ്ങൾ കാറ്റഗറി, എന്നെ ജാതി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നുള്ളൂ. ജാതി എന്നിടയ്ക്ക് ഉപയോഗിക്കാറുണ്ടത് വർണ്ണങ്ങളെ. അപ്പോൾ 4 വർണ്ണങ്ങള്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരിഷ, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡ്യൂട്ടി ഉണ്ട്. അതനുസരിച്ചിട്ട് ശാസ്ത്രവിധി ഉണ്ട്. അത് കംപ്ലീറ്റ് അനുസരിക്കണം. നമുക്കറിയാം, ആദ്യം ഇത് 3 ഗുണങ്ങളെ, ദേവഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഈ 8 കാര്യങ്ങളെ 4 വർണ്ണാശ്രമികളും 4 വർണ്ണങ്ങളാക്കാനും 4 ആശ്രമങ്ങളും ഇരിക്കുന്ന 8 പേരിലെ ഗുണങ്ങളാണ് 26 ഗുണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഇവര് അനുസരിക്കാൻ, ശാസ്ത്രം അനുസരിക്കുമ്പോൾ അവര് ദേവസ്വഭാവമുള്ളവരെ അനുസരിക്കുന്ന ആൾക്കാര് വർണ്ണത്തിനും ആശ്രമത്തിനും യോജിച്ച ശാസ്ത്രവിധി പ്രകാരം ജീവിക്കുന്ന ആൾക്കാര് ദേവന്മാരും, അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാര് അസുരന്മാരും. അപ്പോൾ ഇത് അതുകൊണ്ട് ശാസ്ത്രം തുറക്കാണ്. ഈ ശാസ്ത്രവിധി ഉത്സൃജ്യ, ശാസ്ത്രവിധി പ്രകാരം നമ്മൾ ജീവിക്കണം. എന്തുകൊണ്ട് ഇവർ ശാസ്ത്രവിധി പ്രകാരം ജീവിക്കുന്നില്ല? കാരണം 3 കാര്യങ്ങൾ തന്നെ: കാമ, ക്രോധ, ലോഭം. അതിന് ആധിക്യം ഉള്ളപ്പോൾ ശാസ്ത്രങ്ങൾ അറിഞ്ഞാൽ പോലും അതനുസരിക്കാൻ ഇവർ തയ്യാറാവില്ല. അത് പൊതുവെ രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ശാസ്ത്രങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. രജോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ശാസ്ത്രം അറിയാം, പക്ഷേ ആ ഉറച്ചു നിൽക്കുന്ന അവരുടെ കാമം, ലസ്റ്റ്, അതവരെ ശാസ്ത്രങ്ങൾ പിന്തുടരാനോ അനുവർത്തിക്കാനോ അവർ സമ്മതിക്കില്ല. ശാസ്ത്രത്തിന്റെ ഭഗവാനാണ് ശാസ്ത്രം ഉണ്ടാക്കിയത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് 3-ാം അധ്യായത്തില് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. 14 മുതൽ 14, 15, 16 ശ്ലോകങ്ങളിൽ അറിയാം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യ അന്നസംഭവ, യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അത് മഴയിൽ നിന്നുണ്ടാകുന്നു, മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു, യജ്ഞം വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നു, വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ വേദങ്ങളിൽ നിന്ന് വരുന്നു, വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വരുന്നു. ഇതാണ് അതിന്റെ സീക്വൻസ്. അപ്പൊ എന്ന് വെച്ചാൽ ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്. അത് ഗ്രാജുവലായിട്ട് ഗ്രേഡേഷൻ പ്രകാരം വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ജീവിക്കാം. അല്ലാത്തവരോ ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തതീയ ആകയോ ഇന്ദ്രിയാരാമോ മോഹം പാർത്ത സജീവതി. വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. ഇത് ആസുര സ്വഭാവം. ഭഗവാൻ സ്ഥാപിച്ച ആ ചക്രം കൃത്യമായിട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആത്മീയമായ പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലാതെ അതിലത്തെ ഇന്ദ്രിയ സുഖം നൽകുന്ന കുറെ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട്
അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ മാത്രം ആശാപാശം ധാരാളം ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിൽ ഇൻഡൽജ് ചെയ്യുന്ന ആൾക്കാർ ആശ്രിത സ്വഭാവം ആൾക്കാരാണ്. ഇത് അറിയുന്ന ആൾക്കാർ, ശാസ്ത്രം വിധി ഫോളോ ചെയ്യുന്ന ആൾക്കാർ സത്വഗുണത്തിലുള്ള ആൾക്കാരാണ്. ഈവൻ സത്വഗുണത്തിലുള്ള ആൾക്കാരായാലും പോലും ശാസ്ത്രം മുഴുവൻ ഫോളോന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ വേദേഷു സർവേ അഹമേവ വേദ്യം, അത് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് അവരുടെ അറിവ് മുഴുവൻ പാഴായി പോകും. ശിലബോധ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ശരി, നിങ്ങൾ സത്വഗുണത്തിലാണ്, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അതിൻ്റെ പിന്നിലിരിക്കുന്ന, അതിൻ്റെ കർത്താവായിരിക്കുന്ന, അത് മുഴുവൻ അറിയുന്നതും അറിയപ്പെടേണ്ടതുമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അയാളുടെ ശ്രമം വൃഥാവലം. ശ്രമ ഏവഹി കേവലം. ഇനിയിപ്പോൾ ഭഗവാനെ മനസ്സിലാക്കി പക്ഷേ സേവനത്തിന് താല്പര്യമില്ലെങ്കിലോ അപ്പോഴും വൃഥാവലാവും. നീ സേവനം ഒക്കെ ചെയ്ത് ആ മേഖലയ്ക്ക് ഉയർന്നാൽ മാത്രമേ സത്വം. അത് നമ്മൾ 17-ാം അധ്യായത്തിലെത്തുമ്പോൾ 24-ാം ശ്ലോകത്തിൽ തുടങ്ങുന്നത്. 23 വരെ പല ഗുണങ്ങളുള്ള ആൾക്കാരെ പറ്റി പറയും. യജ്ഞങ്ങൾ ചെയ്യുന്നു, ശ്രദ്ധ, ആഹാരം, ഇതെല്ലാം പറഞ്ഞ ശേഷം സത്വഗുണത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇത് ശരിയായി അനുസരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവര് നെക്സ്റ്റ് ഗിയറിലേക്ക്, അത് ഹയർ പ്ലാറ്റ്ഫോം, ദാറ്റ് ഈസ് കൃഷ്ണ, അവിടേക്ക് എത്തിയാണ്. അത് പടിപടിയായിട്ട് ഭഗവാനെ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഭഗവാൻ ആരാധന കൃത്യമായിട്ടുള്ള നോളജ് വേണം. അത് 10-ാം അധ്യായത്തില് 16-ാം ശ്ലോകത്തില് അർജുനൻ ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. സ്വയമേവ ആത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. അതിൽ പർപ്പട്ടില് വളരെ ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭഗവാൻ ശിലപ്രഭു പറയുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനെയോ അവ്യക്തഗത ബ്രഹ്മത്തെയോ സ്ഥാനീയ പരമാത്മാവിനോ സാക്ഷാത്കരിച്ച ഒരു മുക്തന് ഭഗവാന്റെ വ്യക്തിത്വം ഗ്രാഹ്യമല്ലെന്ന് വരാം. വദന്തി തത്വമിതം. ബ്രഹ്മനെ മനസ്സിലാക്കി, പരമാത്മാവിനെ മനസ്സിലാക്കി, പക്ഷേ ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് എന്ത് വേണം? ഈ ഗീതാസൂത്രങ്ങളുടെ ഭഗവാൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചില അവ്യക്തവാദികൾ ഭഗവാനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രാമാണികമായി കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പലർക്കും കൃഷ്ണനെ പരമ ദിവ്യോത്തമ പുരുഷനായിട്ട് ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെയാണ് അർജുനൻ പുരുഷോത്തമ, പരമ ദിവ്യോത്തമ പുരുഷനാണ്, കൃഷ്ണൻ ആണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, സർവഭൂതങ്ങളുടെയും പിതാവാണെന്ന് അദ്ദേഹം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഭൂതഭാവന, കൃഷ്ണൻ പുരുഷോത്തമനാണ് പക്ഷേ എല്ലാ ജീവാത്മാക്കളുടെയും പിതാവാണെന്ന് അറിയാത്ത ആൾക്കാരെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഭൂതഭാവന. ഇത് മാത്രം പോരാ, കൃഷ്ണൻ സർവനിയന്താവാണ് എന്നുകൂടി അറിയണം. അതറിയാൻ വേണ്ടിയിട്ട് ഭൂതേശ, എല്ലാവരുടെയും പരമനിയന്താവ് എന്ന് പറയുന്നു. ഇനി സമസ്ത ജീവങ്ങളുടെയും നിയന്താവാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിയ ആൾക്ക് കൃഷ്ണൻ എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ദേവങ്ങൾക്ക് പോലും ആരാധനായിട്ടുള്ള ദേവദേവ എന്ന പ്രയോഗം. ഇനി അദ്ദേഹം ദേവദേവനാണ്, ആരാധ്യനായ ഭഗവാനാണെന്നെങ്കിലും എല്ലാത്തിൻ്റെയും പരമോന്നതമായ ഉടമയാണെന്ന് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിനെ ജഗത്പതേ. അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃഷ്ണനെ കുറിച്ചുള്ള ഫുൾ സയൻസ് ഇവിടെ പറയാം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശരിക്കും ആത്മീയ പുരോഗതി ഉണ്ടാവുള്ളൂ. പിന്നത്തെ ശ്ലോകങ്ങളിൽ ദോഷങ്ങളെ പറ്റി പറയുന്നുണ്ട്. 4 ദോഷങ്ങൾ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ എന്തുകൊണ്ട് ശാസ്ത്രം നമ്മൾ ഫോളോ ചെയ്യണം? ശാസ്ത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ധർമ്മത്വ സാക്ഷാൽ ഭഗത് പ്രണീതം, ഭഗവാനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഭഗവാന് ഈ ന്യൂനതകളില്ല, 4 ദോഷങ്ങളില്ല. ഇന്ദ്രിയങ്ങളുടെ പരിമിതി, വ്യാമോഹത്തിൽപ്പെടുക, തെറ്റ് സംഭവിക്കുക, ചതിക്കുക, ഈ 4 കാര്യങ്ങൾ ഭഗവാനിലെ ദോഷങ്ങളില്ല. അതുകൊണ്ട് ഭഗവാന് ഇത് ചെയ്യാൻ പറ്റും. വേദവ്യാസൻ വഴി അദ്ദേഹത്തിന് സകല ഗ്രന്ഥങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 4
ദോഷങ്ങളുള്ള നമുക്ക് സ്വന്തമായിട്ട് ശാസ്ത്രം ഉണ്ടാക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല മാത്രമല്ല, ഭഗവാൻ ഉണ്ടാക്കിയ ശാസ്ത്രത്തിനെ സ്വന്തമായ രീതിയിൽ അപഗ്രഥിക്കാനും അതിനു വേണ്ടിയുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനും പാടില്ല. ശങ്കരാചാര്യ അതിന് ശ്രമിച്ചു, അത് തെറ്റാണെന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. ബ്രഹ്മസൂത്രം വേദവ്യാസൻ രചിച്ചപ്പോൾ ബ്രഹ്മസൂത്രത്തിന് കമന്ററിയുടെ അദ്ദേഹം ശാരീരിക ഭാഷ എന്ന പേരുള്ള ഒരു കമന്ററി അദ്ദേഹം എഴുതി ബ്രഹ്മസൂത്രത്തിന്. അതിൽ അബദ്ധമുണ്ട് എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. എന്തുകൊണ്ട്? വേദവ്യാസന് ഈ 4 ന്യൂനതകളില്ല. അദ്ദേഹം ഭഗവത് തത്വത്തിൽപ്പെട്ടാണ്. ശങ്കരാചാര്യ ജീവതത്വത്തിൽപ്പെട്ടാണ്, ജീവഗണത്തിൽപ്പെട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 4 ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും വ്യാഖ്യാനം ചെയ്യാൻ പാടില്ലായിരുന്നു. ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം വേദവ്യാസം തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതം ഉള്ളപ്പോൾ വേറൊരു വ്യാഖ്യാനം ആവശ്യമില്ല. ശിലപ്രവാദ് പറയുന്നുണ്ട്, എന്തായാലും നിയവാദികളുണ്ട്, 2 തരത്തിലുള്ള ആൾക്കാരും ഭക്തന്മാർ നമുക്കറിയാം. ജ്ഞാനയോഗികൾ, പ്രധാനമായിട്ടും ഭക്തയോഗന്മാർ. അപ്പോൾ ജ്ഞാനയോഗികളും ഭഗവാനും വ്യക്തിഗത പൂജ നടത്തിയില്ലെങ്കിലും അവർ അറ്റ്ലീസ്റ്റ് ശാസ്ത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഇന്നൊരു ഒരു മണിക്കൂർ മുമ്പ് എനിക്കൊരു ഫോൺ വന്നു. ഒരു മാതാജി വിളിച്ചു പറഞ്ഞു, ഇവിടെ സംബോധക ധാം രണ്ട് അടുത്തുണ്ട്. ചിന്മയാനന്ദ പ്രഭുവിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു അരമണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു മാതാജി വിളിച്ച് ചോദിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ഷെയറിൽ എടുത്ത ആളാണ്. മാതാജി, നമ്മളിവിടെ ഗൗഡിയ വൈഷ്ണവ ആചാര്യന്മാർക്ക് മാത്രമേ പ്രഭാഷണം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പരമ്പരയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാധാരണ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ പ്രഭാഷണം ചെയ്യാൻ പറ്റുള്ളൂ. സത്സംഗിൽ ആർക്കും പങ്കെടുക്കാം, കീർത്തനം ചെയ്യാം. കീർത്തനം ഹരേ കൃഷ്ണമാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കീർത്തനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ചെയ്യാം. പക്ഷെ പ്രഭാഷണം സംബന്ധിച്ചോളം അത് വൈഷ്ണവാചാര്യന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ, ഗൗഡിയ വൈഷ്ണവർക്ക്. കാരണം നമുക്ക് മിക്സിങ് പറ്റില്ല. കൃഷ്ണനെക്കുറിച്ച് അവിശുദ്ധ ബുദ്ധിയോടുകൂടി കൃഷ്ണ മനസ്സിലാക്കുന്ന ആൾക്കാരും ശുദ്ധബുദ്ധിയോടുകൂടി കൃഷ്ണ മനസ്സിലാക്കുന്ന ആൾക്കാരും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. ബാക്കി ആൾക്കാർ അങ്ങോട്ട് നോക്കിയറിയാം. പല ഓർഗനൈസേഷൻ അവരുടെ വേറെ ഓർഗനൈസേഷൻ ആൾക്കാരൊന്നും സംസാരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് വരെ കാണാറുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യില്ല. നോട്ട് പോസിബിൾ. അത് കാര്യമില്ല. നമുക്ക് ഏറ്റവും എന്താ പറയുക, സുപ്രീം ആയിട്ടുള്ള അതിൻ്റെ എസെൻസ്, ഏറ്റവും ജ്യൂസി ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വിട്ട് വേറെ ഏതെങ്കിലും ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യം എന്തിനാ? അത് നമ്മൾ മനസ്സിലാക്കി. അതാണ് ഭാഗ്യം ചെയ്തൊരു പറയാൻ കാരണം നമ്മൾ പ്രഭാകരൻ്റെ അതിൽ വന്ന ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും മിക്സിങ് ഒഴിവാക്കുക. കൃഷ്ണഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടരുതെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്യുവർ ഡിവോട്ടീസായിട്ട് നമ്മൾ സത്സംഗം ചെയ്യുക. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അനുസരിക്കുക. പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ദൈവിക ഗുണങ്ങൾ തന്നെ വന്നു നോക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. हरे कृष्ण। कृष्ण। पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नंदकोटि वैष्णव जय।